ഇന്ന് നമുക്ക് ദീപാവലി സ്പെഷ്യലായിട്ട് നല്ല ഈസി ആയിട്ട് ബൂന്തിയൊന്നും ഉണ്ടാക്കാതെ വെറുതെ ഒരുപാട് പാത്രങ്ങളൊക്കെ നിരത്തി വെച്ച് കഴുകിയൊന്നും കഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ഈസി ആയി കോരി ഒഴിച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഡുവിൻ്റെ റെസിപ്പി കാണാം. റെസിപ്പി കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലഡു ഉണ്ടാക്കാം. ലഡു ഉണ്ടാക്കാനായിട്ട് ഒരു ബൗൾ വെച്ചിട്ട് അതിലേക്ക് അരിപ്പ വെച്ച് കൊടുക്കണം. അരിപ്പയിൽ കൂടെ തന്നെ ഒരു കപ്പ് കടലമാവ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിലത്തെ കട്ടയെല്ലാം ഉടഞ്ഞ് നല്ല ഫൈനായിട്ട് നമുക്ക് മിക്സാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു നുള്ളു ബേക്കിംഗ് സോഡയും പിന്നെ ഒരു നുള്ളു ഓറഞ്ച് റെഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നമുക്ക് അര കപ്പ് വെള്ളമാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എത്ര വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളതുപോലെ എടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ കണക്ക് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. മെയിനായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ ലഡു ഉണ്ടാക്കുമ്പോൾ. വെള്ളം ഒരിക്കലും കൂടിപ്പോരുത്. ഇത്തിരി കട്ടിക്ക് തന്നെ മാവ് മിക്സാക്കി എടുക്കണം. അപ്പോഴാണ് നമ്മുടെ ലഡു എണ്ണയൊന്നും കുടിക്കാതെ നല്ല സൂപ്പർ ലഡു ആയിട്ട് നമുക്ക് കിട്ടും. മെയിൻ ടിപ്പാണ് കേട്ടോ, എല്ലാവരും ഇത് ഫോളോ ചെയ്തോളൂ. അതായത് ഇതുപോലെ കോരി ഒഴിക്കുമ്പോൾ കട്ടിയായിട്ട് മടക്കായിട്ട് മാവ് ഇതുപോലെ വീഴണം. അടിയിലേക്ക് മുകളിലേക്കായിട്ട്. അപ്പോൾ ഇതാ നമ്മൾ അരക്കപ്പോളം വെള്ളം മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതുപോലെ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ കോരി ഒഴിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഇത് ഒരു മീഡിയം ഫ്ലെയിം മതിയിട്ട്, ലോ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞ് ക്രിസ്പാക്കിയൊന്നും എടുക്കരുത്. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 മിനിറ്റൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചിട്ടൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവായിട്ടാണ്, വടകളായിട്ടാണ് നമ്മളിത് കോരിയെടുക്കേണ്ടത്. അങ്ങനെ 2 ട്രിപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ 8 വടകളാണ് നമ്മൾ ഈ ഒരു മാവ് കൊണ്ട് ഉണ്ടാക്കിയേക്കണത്. മാവ് കോരി ഒഴിക്കുമ്പോൾ ഇതുപോലെ പരത്തി തന്നെ കോരി ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് കോരിയെടുക്കുക. ഇനി നമ്മുടെ വടകളെല്ലാം ചൂടാറിയതിന് ശേഷം ഇതാ കണ്ടോ, ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല വടകളാണ്. അത് മിക്സി ജാറിലിട്ടിട്ട് ഒത്തിരി തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. വലിയ പീസസൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇത്രയും വേണ്ടത് അതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മോത്തിച്ചൂർ ലഡുവിനുള്ള ബൂന്തികൾ ഇതാകണ്ട നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യൊന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക. അത്രയും വേണ്ടോ. കാഷ്യൂ റൈസിൻസും ആവശ്യമുള്ളവർക്ക് ആ നെയ്യിൻ്റെ ഒപ്പം തന്നെ വറുത്ത് കോരി മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പച്ചക്കർപ്പൂരമാണ് കേട്ടോ, നമ്മൾ ലഡുവിലേക്കൊക്കെ ചേർക്കുന്നതാണ്, കഴിക്കാൻ പറ്റുന്ന കർപ്പൂരമാണ് കേട്ടോ. സാധാരണ കർപ്പൂരമല്ല, പച്ചക്കർപ്പൂരമാണ് കഴിക്കാൻ പറ്റുന്നത്. അത് വളരെ ചെറിയൊരു എമൗണ്ട് പൊടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പഞ്ചസാര ഒന്ന് അലിയിച്ചെടുക്കാം. പഞ്ചസാര അലിയിക്കുമ്പോഴും ശ്രദ്ധിക്കണം, ഒറ്റക്കമ്പി പരുവം ആവരുത്. കമ്പി പരുവം ആവുന്നതിന് തൊട്ട് മുന്നായിട്ട് നല്ല ഓയിലി ആയിട്ടുള്ളൊരു ടെക്സ്ചറാവും. അത് ആവുമ്പോൾ ഫ്ലെയിം ലോ ആക്കി വെച്ചെടുക്കാം. നമ്മുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കുക. ഒന്ന് വലിഞ്ഞു കഴിഞ്ഞാൽ വേഗം ഫ്ലെയിം ഓഫ് ചെയ്യുക. അത്രയേ വേണ്ടോ. ഒറ്റപ്പരിവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലഡു എല്ലാം പൊടിഞ്ഞ് വരും. അപ്പോൾ അത്ര തന്നെ വേണ്ടോ. മിക്സാക്കിയതിന് ശേഷം നന്നായി എല്ലായിടത്തേക്കും മിക്സായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന നെയ്യും കൂടെ ഒഴിച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. ഇനി ഒന്ന് നമുക്ക് ഉരുട്ടാവുന്ന പരിവാകുമ്പോൾ കയ്യിൽ നെയ്യ് തടവിയതിന് ശേഷം നല്ല ഉരുളകളായിട്ട് നമുക്കിത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതൊരു ചെറിയ സൈസ് ലഡുകളാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു 15 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ദീപാവലിക്ക് ഇത് ട്രൈ ചെയ്തിട്ട് കമൻസിൽ ഷെയർ ചെയ്യുക.